നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ ചുമത്തിയ അധിക തീരുവയുടെ വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് റഷ്യ. ഇന്ത്യയെയും ചൈനയെയും പോലുള്ള പുരാതന നാഗരികതകൾ അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന US ആവശ്യം മറ്റു രാജ്യങ്ങളെ പുതിയ ഊർജ്ജ വിപണി തേടാനും കൂടുതൽ പണം ചെലവാക്കാനും നിർബന്ധിതരാക്കുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിനിടയിൽ റഷ്യ എണ്ണ വാങ്ങുന്നതിന് ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് അമിതമായ തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രസ്താവന. ചൈനയും ഇന്ത്യയും പുരാതന നാഗരികതകളാണ്. അവരോട് എനിക്കിഷ്ടമില്ലാത്തത് ചെയ്യുന്നത് നിർത്തുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ താരിഫ് ചുമത്തും എന്ന ഭാഷ ഉപയോഗിക്കുന്നത് വിലപ്പോവില്ല, ലാവ്റോവ് പറഞ്ഞു. US സമീപനത്തിനും ധാർമ്മികവും രാഷ്ട്രീയവുമായ എതിർപ്പുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. റഷ്യക്കെതിരായ പുതിയ ഉപരോധങ്ങളിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവും കാണുന്നില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിനെയെല്ലാം റഷ്യ മറികടന്നു. പിന്നീട് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ കാലത്ത് നയതന്ത്ര ശ്രമത്തിന് പകരമായി ഉപരോധങ്ങൾ ഉപയോഗിച്ചു. ഒരു ഒത്തുതീർപ്പിനും ശ്രമമുണ്ടായില്ല, ലാവ്റോവ് കൂട്ടിച്ചേർത്തു. ട്രംപും US ഭരണകൂടത്തിലെ ഉന്നതരും പതിവായി ഇന്ത്യാവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇന്ത്യക്ക് പിന്തുണയായി റഷ്യൻ പ്രധാനമന്ത്രി രംഗത്തെത്തുന്നത്. റഷ്യൻ ചാനലായ ചാനൽ 1 TV-യുടെ ദി ഗ്രേറ്റ് ഗെയിം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ലാവ്റോവ്. ഡൊണാൾഡ് ട്രംപ് ജൂലൈയിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 25% താരിഫ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്ന് ആരോപിച്ച് 25% താരിഫ് കൂടി ചുമത്തി. ഇതോടെ ആകെ താരിഫ് 50%-ആയി ഉയർന്നു. ഓഗസ്റ്റ് 27-നാണ് 50% താരിഫ് പ്രാബല്യത്തിൽ വന്നതും. അതേസമയം വ്യാപാര കരാറിൻ്റെ തുടർ ചർച്ചകൾക്ക് ഇന്ത്യൻ സംഘത്തെ ക്ഷണിച്ചിരിക്കുകയാണ് അമേരിക്ക. കാർഷിക ഉൽപ്പന്നങ്ങളിലടക്കം ചർച്ചയോട് എതിർപ്പില്ലെന്ന നിലപാട് ഇന്ത്യ അറിയിച്ചെന്നാണ് സൂചന. തീരുവ ചുമത്തിയുള്ള ഭീഷണിക്കൊടുവിൽ നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചത് അമേരിക്ക നിലപാട് മാറ്റുന്നു എന്ന സൂചനയായാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യ അമേരിക്ക ചർച്ചയിൽ വ്യാപാര കരാറിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കാനാണ് ധാരണയിലെത്തിയത്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടില്ല എന്നാണ് സൂചന. ജനിതകമാറ്റം വരുത്തിയ ചോളം ഇന്ത്യ വാങ്ങണം എന്ന ആവശ്യം US ആവർത്തിച്ചു. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്നാണ് ഇന്ത്യ മറുപടി നൽകിയത്. ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മോദി അറിയിച്ചത്. അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ മധ്യസ്ഥ സംഘത്തെ അമേരിക്കൻ വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് US-ലേക്ക് ക്ഷണിച്ചു. അടുത്ത റൗണ്ട് സംഭാഷണത്തിനുള്ള തീയതി ഉടൻ പ്രഖ്യാപിക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും ഇന്ത്യ അമേരിക്ക കരാറും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് ഇന്ത്യ ഇന്നലെ നിർദ്ദേശിച്ചത്. എന്നാൽ എണ്ണ വാങ്ങുന്നതിനുള്ള ഇരട്ട തീരുവ പിൻവലിക്കുമോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയൊന്നും വന്നിട്ടില്ല. നരേന്ദ്ര എന്നാണ് ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം നരേന്ദ്രമോദിയെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് മോദി ഗംഭീര കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് മാത്രമാണോ ട്രംപിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങൽ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നുവെന്ന് കാട്ടി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനാണ് ട്രംപിൻ്റെ ശ്രമം. എന്നാൽ ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിലുള്ള സഹകരണങ്ങളാണ് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. റഷ്യൻ ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ പ്രകാരം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സിവിലിയൻ സൈനിക കഴിവുകൾ വർദ്ധിപ്പിക്കൽ, മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾ, ആണവോർജം, റഷ്യൻ എണ്ണ പര്യവേക്ഷണത്തിൽ ഇന്ത്യൻ നിക്ഷേപം എന്നിങ്ങനെ വമ്പൻ സഹകരണമുണ്ട്.